നിങ്ങൾക്ക് മഷ്റൂഖ് ഈത്തപ്പത്തിന്റെ ഒരു ചാലഞ്ച് കാണിച്ചു തരാം. സാദിഖ് ഉസ്താദ് മുത്തു എന്നെ വിളിച്ചു മായക്കരയിലാണ് കാരക്കൽ, അങ്ങനെ ഗഫൂർഖാന്റെ വീട്ടില്. ഇത് ഗഫൂർഖാപേട്ട സുഫുവാന്. അങ്ങനെ എന്താക്കി നമ്മുടെ കാരക്ക മുത്തുവിന്റെ വണ്ടിയിൽ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. നമ്മുടെ ഏരിയയിൽ നിന്ന് ഒരുപാട് ആളുകൾ ഓർഡർ ചെയ്തിട്ട് നല്ല നീളമുള്ള സൗദിയുടെ മഷ്റൂഖ് കാരക്കയാണ് കേട്ടോ. അങ്ങനെ 500 ഗ്രാം 1 കിലോന് 3 കിലോന്. ഇത് നമ്മളെ സുഹരി ഉസ്താദ്. ഞാൻ സൗദി പോയ സമയത്ത് ഒരുപാട് കാരക്ക, വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി കാരക്ക മദീനത്തൊക്കെ കാണും കേട്ടോ ഷോപ്പിലൊക്കെ. മഷാല അജുവ, അതുപോലെ തന്നെ സുക്കിരി. നല്ല ചൂടുള്ള സമയമാണ്. ഗഫൂർഖാന്റെ കൈ കൊണ്ട് നല്ല അടിപൊളി വത്തക്കൾ അത് കുടിച്ചിട്ടു. കാരണം സമയം നമ്മൾ ഇറങ്ങിയ സമയം 11 മണിയാണ്. നമ്മളെത്തുന്നതിന് മുമ്പേ കാരക്കൊക്കെ പാക്ക് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ലോഡ് ചെയ്യാൻ മാത്രം ഉണ്ടായിന്. അങ്ങനെ കാരൊക്കെ എടുത്ത് നമ്മൾ ഇനി ഓരോരുത്തര വീട്ടിലേക്ക് കൊണ്ടുപോകണം. നല്ല ചൂടുള്ള സമയമായിട്ട് അങ്ങനെ ഓട്ടോയിൽ ഇരുന്ന് ഞാൻ കാരൊക്കെ ഇങ്ങനെ ഇളകി കളിക്കുന്നുണ്ട്. ഞാനതൊക്കെ പിടിച്ച് ഓർഡർ ചെയ്ത എല്ലാവരുടെ വീട്ടിലേക്കും ഈ സാധനം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്താക്കി നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തി കാരൊക്കെ ഓരോ വീട്ടിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഓരോരുത്തരായിട്ട് കൊണ്ടുകൊടുക്കാൻ തുടങ്ങിട്ടോ. അങ്ങനെ ഞാൻ ഇടയ്ക്ക് കാരൊക്കെ എടുത്ത് ഇങ്ങനെ പോസ് ചെയ്യുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മളെ പണി അതാണല്ലോ. അങ്ങനെ നമ്മൾ ഉസ്മാൻ ഉസ്താന്റെ വീട്ടിലെത്തിയിട്ട് നമ്മളെ ബാവുമാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് കാരക്കന്റെ ക്വാളിറ്റിയും പാക്കിങ്ങിനെ കുറിച്ചൊക്കെ അഭിപ്രായപ്പെട്ട് അവിടുന്ന് ഇറവിട്ട് ഉസു ഞാനൊക്കെ ഒപ്പരം സ്കൂളിൽ പഠിച്ചാട്ടോ. ആ ഒരു പഴയ കാലം ഒരുപാട് ഓർമ്മകളുണ്ട് ഞാനും ഉസുള്ള. അങ്ങനെ വീടുകൾ ഒരുപാട് കയറി ഇറങ്ങി ഞങ്ങൾ കാരക്ക ഇങ്ങനെ കൊടുത്തുകൊണ്ട് കേട്ടോ. ഇത് നമ്മളെ ഇർഫാനിസ്ത അത് കാടും കൊന്ന് കയറിയിട്ടാണ് കാരക്ക വാങ്ങുന്നത്. ഇത് നമ്മളെ ജാഫൂസ്താന്റെ മോളാട്ടോ. അങ്ങനെ മോളെ കൈ കൊടുത്ത് അങ്ങനെ കൂട്ടുകാരോടൊത്ത് മനോഹരമായിട്ടുള്ള കുറച്ച് മണിക്കൂറുകൾ നന്മയിലൂടെ കടന്നുപോയി. മനോഹരമായ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. വീണ്ടും കാണാം.